അത് നോക്കി അതേ സമയത്ത് തന്നെ ആറങ്ങോട്ടുകരയിൽ നിന്ന് നമുക്ക് സപ്ലൈ എടുക്കാൻ പറ്റും. 110 kV സബ്സ്റ്റേഷൻ ആറങ്ങോട്ടുകര. ആ സബ്സ്റ്റേഷൻ്റെ അവിടെ കത്തിപ്പോയി. അപ്പോൾ നിലത്തേക്ക് വീണു 110ൻ്റെ കമ്പി. അപ്പോൾ അവർ വൈകിട്ട് ഒരു 1 മണി 2 മണി നേരത്ത് വർക്ക് തുടങ്ങി. ഒരു 3 മണിയായപ്പോൾ വർക്ക് കഴിഞ്ഞു. അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടം വരെ സപ്ലൈ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ നെല്ലുവായി ഭാഗം ഫുള്ളായിട്ട് ചാർജ് ചെയ്തപ്പോൾ ഓവർലോഡിൽ അതൊന്ന് ട്രിപ്പ് അയക്കുന്നത്. ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി ഭാഗത്തേക്ക് കിട്ടും. അപ്പോൾ പിന്നെ ഉള്ളത് കേച്ചേരി ഭാഗത്തു നിന്നുള്ള സപ്ലൈയാണ് നമുക്ക് വേണ്ടത്. കേച്ചേരിയിൽ അപ്പോൾ കേച്ചേരിയിൽ ഓവർലോഡായി നിൽക്കണ കാരണം അവിടുത്തെ ട്രാൻസ്ഫോമറുകളൊന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഈ ഭാഗത്തേക്ക് സപ്ലൈ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കടങ്ങോട് നമ്മൾ ഇതേ പ്രശ്നം തന്നെ എവിടെ നിന്ന് കിട്ടാനില്ല. നമുക്ക് ഇത് പോയോടുകൂടി നമ്മളാകെ പെട്ടുകെടുക്കുക, നിവൃത്തിയില്ല. അപ്പോൾ ആ ഭാഗത്തു നിന്ന് നമുക്ക് സപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പരമാവധി ആ ഭാഗത്തേക്ക് നമുക്ക് ആക്കാം, കുറച്ച് സമയത്തിനുള്ളിൽ ആക്കാം. ഞങ്ങളിവിടെ ഫോൺ ചെയ്ത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 12 മണിക്ക് തുടങ്ങിയതാണ്. 35 കോളാണ് ഞാൻ വിളിച്ചിരുന്നു. അതേ ഫോൺ എടുക്കണില്ല. ഞങ്ങളതുകൊണ്ടാണ് ഇങ്ങോട്ട് വരേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ആരും വരില്ല. എല്ലാവരും ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഗതി കിട്ടിയിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊക്കെ കോട്ടപ്പുറത്ത് ലൈനിൽ വർക്കിലാണെന്ന് പറഞ്ഞു. ഓവർസീറും എയും ഒക്കെ അവിടെ ലൈനിലാണ് പറഞ്ഞു. ഞങ്ങൾ ലൈനിലെടുത്ത സാർമാർ സാക്ഷിയാണ്. 2 സാർമാർ ഇവിടെ ഉണ്ടായിരുന്നു. ആ 2 സാർമാരും സാക്ഷിയാണ്. അവർ നിർത്തിയിട്ടാണ് പറഞ്ഞത് ഞങ്ങളോട് ലൈനിലുണ്ടെന്ന്. നിങ്ങൾ ലൈനിലില്ലാന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഇപ്പോൾ തൃശ്ശൂരിനാണല്ലോ വരുന്നത് അല്ലേ? ആരെ പിന്നെ ഓവർസീർ വരണ്ട, ഫീൽഡ് സ്റ്റാഫ് ഉണ്ട്. എ ഉണ്ടോ? എ അവിടെ ഉണ്ട്. അതെ, നിങ്ങൾ തൃശ്ശൂരിനാണല്ലോ വരുന്നത്. ആണാണ്, വർക്കില്ലെന്നാ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളതിനെ പിടിച്ചിട്ട് 12 മണിക്കാണ്. ഒരു മിനിറ്റ് ഞങ്ങളതിനെ അപേക്ഷിച്ചിടത്തോളം ഇന്നലെ മിനിയാന്ന് നാളെ ഡെയിലിയാണ്. ഇപ്പം ഇന്നാളെ കത്തിയിട്ടുള്ളൂ. കറണ്ട് പോക്ക് ഇത് മറ്റേ ഇപ്പം ലോഡ് ഷെഡിങ് ഉണ്ടോ? നിയമപരമായ ലോഡ് ഷെഡിങ് ഉണ്ടോ? ലോഡ് ഷെഡിങ് ഉണ്ടെന്ന് വെച്ചാൽ ലോഡ് നിൽക്കുന്നില്ല, അപ്പോൾ ഓഫ് ചെയ്യേണ്ടി വരാതാണ്. എത്ര മണിക്ക് ലോഡ് നിൽക്കാതെ? അതായത് ലോഡ് നിൽക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ആവശ്യകത ഇത്രയുണ്ടല്ലോ, അത് പുറത്തുനിന്ന് മേടിക്കുന്നുണ്ട്, നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ സമയത്ത് ചില ഭാഗത്ത് നമ്മൾ ഓഫ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഷൊർണൂർ ഭാഗത്തൊക്കെ പ്രശ്നമാണ്. അപ്പോൾ ലോഡ് ഓവറായിട്ടല്ല, സാധനം ഇല്ലാതെ. അതാണല്ലോ പറയുന്നത്. അപ്പോൾ ലോഡ് ഷെഡിങ് തന്നെയുള്ള അതിന് പച്ച മലയാളത്തിൽ പറയാം സാർ. അത് ലോഡ് കൂടുമ്പോൾ ബ്രേക്ക് ആവണതല്ലോ, സാധനം ഇല്ല, ഓഫ് ചെയ്യേണ്ടി വരുന്നു. അത് നിങ്ങളെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ നിങ്ങളെ ആക്ഷേപിക്കാനോ നിങ്ങളോട് തർക്കിക്കാനോ നിങ്ങളോട് കച്ചവടമാക്കാനോ വന്നതല്ല. ഞങ്ങൾക്ക് ഇത് അറിയാനാ. സർക്കാർ പറയുന്നു, മന്ത്രി പറയുന്നു ലോഡ് ഷെഡിങ് ഇല്ല, മറ്റേ പവർ കട്ടില്ല. നിങ്ങൾ ഞങ്ങളോട് പറയാണ് ഇത് ലോഡ് ഷെഡിങ് ആണ് എന്നുള്ളതിന് പേര് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പൊ മാതാവിന്റെ നാളികേരം പറഞ്ഞ കുഴപ്പമില്ല, നമ്മുടെ തേങ്ങ പറഞ്ഞ അടി കിട്ടും എന്ന പോലത്തെ ഇടപാടപ്പത്. ഇത് ലോഡ് ഷെഡിങ് അല്ല, ഇത് സാധനം എന്താ, ഇത് കട്ട്, അത്രേ ഉള്ളൂ. അതാണ് ഇപ്പൊ തന്നെ യാഥാർത്ഥ്യം തന്നെയല്ലേ. ഇത് ഞങ്ങൾക്കൊന്നും അറിയാൻ വേണ്ടുള്ളൂ. ലോഡ് ഷെഡിങ് തന്നെയാണ് ഈ സാധനം. ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ പൊട്ടന്മാരൊന്നുമില്ല. 9:45 പോയിട്ട് ഇനിയൊരു കാര്യം, ഞങ്ങൾക്ക് കറണ്ട് പോകുകയാണെങ്കിൽ ഒരു മുന്നറിയിപ്പ് തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അല്ല, സാധാരണഗതിയിൽ കറണ്ട് പോകുമ്പോൾ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഇത്ര മിനിറ്റ് കറണ്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഉപഭോക്താക്കൾക്കൊക്കെ SMS വരാറുണ്ട്. നിങ്ങൾ കറണ്ട് കട്ട് ചെയ്തോളൂ, ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല, നിങ്ങളെ കയ്യിലിരിക്കുന്ന സാധനം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം, സർക്കാർ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങൾക്കൊരു SMS തന്നാലേ ഒരുപാട് രോഗികൾ വെന്റിലേറ്ററിന്റെ ഉപയോഗം ഇപ്പം നിങ്ങൾക്കറിയാം പണ്ടത്തെ പോലെ കുറ്റി വെച്ചിട്ടല്ല, ഈ ഇലക്ട്രിക് ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ട് ഉപയോഗിക്കണം. ഈ ഇലക്ട്രിക് ഉപയോഗിക്കുമ്പോൾ ഈ സാധനം പോകുമ്പോൾ ഇത്ര സമയം എന്നൊക്കെ അറിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ അത് ജനറേറ്റർ എടുത്ത് മനുഷ്യന്മാരെ ജീവൻ രക്ഷിക്കാൻ പറ്റും. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് കറണ്ട് പോയാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങടെ വരാൻ പറ്റുള്ളൂ, ജനലെ തുറന്നിടാൻ പറ്റില്ല. പാമ്പിന്റെ ശല്യം നിങ്ങൾക്കറിയാം. വലിയ പ്രയാസത്തിലെ നാട്ടുകാരുള്ളത്. ദയവ് ചെയ്തിട്ട് കറണ്ട് പോകുന്നുണ്ടെങ്കിൽ മുൻകൂർ ഞങ്ങളെ അറിയിക്കുക. നിർബന്ധം. ഇവിടെ ഈ ഉപഭോക്താക്കളെ നിങ്ങൾക്ക് അറിയിക്കല്ലോ, നിങ്ങൾ എല്ലാറ്റിനും SMS കൊടുക്കുന്ന ആളുകളാണല്ലോ. 2, ഒരു കാര്യം 100% ഉറപ്പാണ്, നാളെ മേലാൽ വിളിച്ചിവിടെ ഫോൺ എടുക്കാതെ ഫോൺ അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരും. അത് പിന്നെ വരുമ്പോൾ വേറെ കോംപ്രമൈസ്. ഇപ്പൊ ഇതുവരെ ഞങ്ങൾ നിന്നതും ഇത്ര സമയവും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അവിവേകമായിട്ട് സാറേ എന്തെങ്കിലും അപമര്യാദയായിട്ടോ മോശമായിട്ടോ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ആളുകൾ കൂടുമ്പോണ്ടാവണ ഒരു സ്വാഭാവിക സംസാരത്തിൽ അപ്പുറം എന്തെങ്കിലും ഉണ്ടായിട്ടോ, ഞങ്ങൾ കച്ചറണ്ടാക്കാനോ കച്ചറപ്പോൾ വലിച്ച് തല്ലി പൊളിക്കാനോ അസഭ്യമാനോ ഒന്നും നിന്നിട്ടില്ലല്ലോ. ഞങ്ങളുടെ വിഷമാണ് ഇത്. ഇത്രയും ആളുകളുടെ വിഷമം. ഇത് സംഘടിച്ചു വന്നവരല്ല, വന്ന് സംഘടിതമായതാണ്. അപ്പൊ അതുകൊണ്ട് ദയവേത് ഞങ്ങൾക്കൊന്ന് ഇൻഫർമേഷൻ തരാം. 2, വിളിച്ചാൽ ഫോൺ എടുക്കാൻ പറയാം. ഇതിന് എപ്പോ വരുന്ന പറഞ്ഞത്? ട്രൈ ചെയ്തുകൊണ്ട് അല്ല, ഏകദേശം ഇപ്പൊ നമ്മള് കുറച്ച് ഭാഗം കൊടുത്തല്ലോ, ഇപ്പൊ കൊടുത്തു, അപ്പൊ നിന്നില്ല, കുറച്ച് ഭാഗം ഒഴിവാക്കിയിട്ട് ഇപ്പൊ കൊടുക്കും. ഇനി ബാക്കി എവിടെ ഇനി ഒരു കാര്യം ചെയ്യോ, ഒരു ഉപകാരം എന്നുള്ള നിലയിൽ ഇതുവരെ കൊടുത്ത ഭാഗങ്ങളുണ്ടല്ലോ അതൊന്ന് മാറ്റി പുറത്തേക്ക് കൊടുക്കും. അതെന്താ കാരണം എന്നറിയോ? ഇത്രയും ആളുകളുടെ
ജീവിതമാണല്ലോ, ഒരു പ്രശ്നങ്ങൾ എല്ലാവർക്കും കുറച്ചു നേരം അങ്ങോട്ട് കൂടെ ഉറങ്ങാം. ഇതൊന്നും നിങ്ങളെ പഠിപ്പിക്കാനല്ല വന്നത്, ഞങ്ങളുടെ വിഷമം പറയാണ്. ഇത്ര നേരം കൊടുത്ത സ്ഥലങ്ങളിൽ നിന്നൊന്ന് മാറ്റി ഇപ്പുറത്തേക്ക് കൊടുത്താൽ ആ ആളുകളും കുട്ടികളും ഇപ്പൊ അതിന്റെ ഉള്ളിലിരിക്കുന്ന കൈക്കുഞ്ഞുങ്ങളെ നോക്കി നിങ്ങൾ നിവൃത്തിയില്ലാതെ വന്നിരിക്കുന്നത്. അവരുടെ വിഷമം കൊണ്ട് വന്നിരിക്കുക. അല്ലാതെ ഇപ്പൊ നിങ്ങളെ ഹരാസ് ചെയ്യാനോ നിങ്ങളെ കരാവ് ചെയ്യാനോ നിങ്ങളെ പിക്കറ്റ് ചെയ്യാനൊന്നും വന്നതല്ല. ഞങ്ങൾക്ക് ഇവിടെ ഫോൺ എടുക്കാത്തതാണ് ഇവിടുത്തെ പ്രശ്നം. ഫോൺ എടുത്ത് അവർക്ക് കാര്യം പറഞ്ഞാൽ ഞങ്ങളൊന്നും പെട്ടെന്നല്ലോ. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ കരുതി കൂട്ടിയിട്ട് ഞങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി ഓഫ് ചെയ്തു, എരുമപ്പെട്ടിയിലോ ഓവർസിയറോ ചെയ്തു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആരോപണം ഇല്ല. നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ്. ഇപ്പൊ കൃത്യമായിട്ട് ഒരു കാര്യം മനസ്സിലായി, എല്ലാവരും മനസ്സിലായിക്കോളെ, പവർ കട്ട് ഉണ്ട്, അത് കൃത്യമാണ്. അതിന്റെ പേര് ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു അമ്മയുടെ തേങ്ങ എന്നാലും പറയണില്ല, മാതാവിന്റെ നാളികേരം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അവർക്ക് ദേഷ്യം ഉണ്ടാവില്ലല്ലോ എന്ന പോലത്തെ ഒരു സാധനം അപ്പൊ നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പരാതിയില്ല. ഇതറിയാനാണ് ഞങ്ങളുടെ ആവശ്യം. ഇനി കൃഷ്ണൻകുട്ടികൾ ഞങ്ങൾ പറഞ്ഞു കൊടുത്തോളാം എന്താ സാധനം എന്നുള്ളത്. നിങ്ങളോട് ഞങ്ങൾക്ക് പരാതിയില്ല, ഞങ്ങൾ പോവുകയാണ്. സാറുമാരെ ആ സാധനം വിളിച്ചേ. സാറേ, ഞങ്ങൾ വന്ന കാര്യം ഇത്രേ ഉള്ളൂ. ഇദ്ദേഹത്തിൽ നിന്ന് അറിയാം പവർ കട്ട് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ ആവശ്യമായിരുന്നു. ഞങ്ങൾ അറിഞ്ഞു. അദ്ദേഹത്തോട് ഞങ്ങൾക്കുള്ള ആകെ ഒറ്റ പരാതിയുള്ളൂ, അത് ഫോൺ എടുക്കുക, ഞങ്ങളോട് കാര്യം പറയാം. കറണ്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇത്ര മണിക്ക് ഓഫ് ചെയ്യുന്നുള്ളത്. മുൻകൂർ ഒരു SMS ഇടാം, ബദൽ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ജനറേറ്റർ രാത്രി സമയത്ത് കൂടിയിട്ട് കിട്ടാൻ പറ്റ പാട് ഞങ്ങൾ അനുഭവിച്ച ദുരന്തം കുറച്ചുണ്ട്. നാട്ടിൽ സോഷ്യൽ രംഗത്ത് നിൽക്കുമ്പോണ്ടാവുന്ന ബുദ്ധിമുട്ട് അറിയാലോ. കാരണം അത് പോകുന്നു മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം കൊടുത്തിട്ട് ഞങ്ങളുടെ പ്രശ്നം തീർന്നു. ഇത്ര മണിക്ക് പോയി ഇത്ര മണിക്ക് വരും. നിങ്ങളല്ലാത്ത ദിവസമൊക്കെ HT കട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളൊക്കെ മുൻകൂർ പ്ലാൻ ചെയ്തിട്ടല്ലേ ഇലക്ട്രിസിറ്റിമേ ഈ സാധനം തൊടുള്ളൂ. കത്തി പോണേ നിങ്ങൾ ആദ്യം കുറ്റം പറയില്ല. ഇപ്പൊ ഒരു അപകടം ഉണ്ടായി, ഞങ്ങൾ പരാതിയില്ല. പക്ഷെ വലിക്കുമ്പോ ഇനി ഇതുവരെ കൊടുത്ത സ്ഥലത്തുനിന്ന് ഒന്നും മാറ്റി കൊടുത്തിട്ട് പോവുകയാണ്. നിങ്ങളോട് ഒരിക്കലും ഞങ്ങൾ ഇത്ര സമയം ഇവിടെ നിൽക്കാൻ വന്നവരാ. യാതൊരു വിരോധം ഞങ്ങൾ ഇത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇത്